അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തതിനുള്ള പരിശോധന ദേശീയ ദുരന്ത നിവാരണ സേന അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്ത് നിന്ന് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. കാരണം എല്ലാ മൃതദേഹങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടായിരിക്കുകയാണല്ലേ? കാരണം DNA പരിശോധനകൾ പുരോഗമിക്കുകയാണല്ലോ. തീർച്ചയായും സിവിൽ ആശുപത്രിയിൽ, അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങൾ, അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ സിവിൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവിടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നത്. അദ്ദേഹം ഈ വിമാനാപകടത്തിൽ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു ആൾ ഉൾപ്പെടെ അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വ്യക്തികളെ സന്ദർശിച്ചിരുന്നു. അതായത് ഈ കാണാൻ സാധിക്കുന്ന ആളുകളെ ഈ വലിയ രീതിയിൽ പരിക്ക് പറ്റാതെ അവരുടെ ചികിത്സയെ ബാധിക്കാത്ത തരത്തിൽ ഈ ആശുപത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു. അതിന് തൊട്ടു മുൻപ് ആദ്യം അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രി ഈ സംഭവ സ്ഥലത്തേക്കാണ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ വിമാനം തകർന്നു വീണിട്ടുള്ള സ്ഥലത്തേക്കാണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയിട്ടുള്ളത്. അദ്ദേഹം നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. പിന്നീട് സിവിൽ ആശുപത്രിയിലെത്തി അവിടെ പരിക്കേറ്റവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു, കൂടാതെ വ്യോമയാന സഹമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങി ഭരണാധികാരികളും കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും NDRF മേധാവിയും ഉൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുള്ള ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. അതിൽ വിശദമായിട്ടുള്ള ഒരു അവലോകനം ഈ അപകടവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം സ്വീകരിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, ആശുപത്രിയിലെ ക്രമീകരണങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ടൊരു വിശദമായിട്ടുള്ള അവലോകനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഈ സംഭവ സ്ഥലത്തെത്തിയിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഏറ്റവും കർശനമായി നിർദ്ദേശിച്ചിട്ടുള്ളത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ഉറപ്പായും അവർക്ക് മികച്ച ചികിത്സ നൽകണം. ചികിത്സാ ക്രമീകരണങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ചയുണ്ടാകരുത് എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വിമാനത്തിൻ്റെയും ഒപ്പം ഈ കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടികളാണ് നടക്കുന്നത്. നേരത്തെ, അതായത് ആദ്യഘട്ടത്തിൽ അപകടം നടന്ന് ഇന്നലെ ഉച്ച മുതൽ രാത്രി വൈകി വരെയുള്ള സമയങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഈ കെട്ടിടത്തിൻ്റെയും വിമാനത്തിൻ്റെയും അവശിഷ്ടങ്ങളിൽ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നതിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള രക്ഷാദൗത്യം നടന്നു. ശേഷം ഇന്ന് പുലർച്ചെ മുതൽ ഏകദേശം ഉച്ചവരെയുള്ള സമയങ്ങളിൽ വിവിധ രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധനയാണ് നടന്നിട്ടുള്ളത്. അത് ഫോറൻസിക് വിഭാഗവും കൂടാതെ NSGയും ബോംബ് സ്ക്വാഡും കൂടാതെ വ്യോമയാന മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ സമിതി, കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ, വിവിധ ഏജൻസികൾ അത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകൾ ഇവിടെ നടത്തിയിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും അത്തരം പരിശോധനകൾ അവസാനിപ്പിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് നീക്കിക്കൊണ്ട് ആ ഭാഗം വൃത്തിയാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റ് ശരീരഭാഗങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നിഗമനം. കാരണം മണിക്കൂറുകൾ നീണ്ടൊരു തിരച്ചിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഏകദേശം ഒരു 2 മണിക്ക് ശേഷം ഈ ഒരു കഴിഞ്ഞ നിമിഷം വരെ അത്തരത്തിലൊരു പരിശോധനയായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. രാവിലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അഗ്നിശമന സേനയുടെ വലിയ വാഹനങ്ങളെല്ലാം തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടം സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം ആ വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശേഷിപ്പുകൾ മാറ്റുന്നതിനുമുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ JCB ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് ആ ഭാഗത്താണ് വിമാനം തകർന്നു വീണിട്ടുള്ളത്. അതായത് BJ കോളേജിൻ്റെ, മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കെട്ടിടമാണ് കാണുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഇടയിലേക്കാണ്
ഈ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം തകർന്നു വീണിട്ടുള്ളത്. ഇന്നലെ രാത്രി നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ അനുമതി ഉണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. രാത്രി ഏറെ വൈകിയും വലിയ രീതിയിൽ പുക ഉയരുന്ന രീതിയിൽ ഒരു വലിയ അപകടം ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം വ്യാപ്തി ആ അപകടത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്നലെ പുലർച്ചയോടുകൂടി ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ എത്തിക്കൊണ്ട് ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചതോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് മാധ്യമങ്ങളെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും, അതായത് സുരക്ഷാ ക്രമീകരണ ജോലിയിലുള്ള ഉദ്യോഗസ്ഥർ പോലും ഈ ബാരിക്കേഡിന് ഇപ്പുറമാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി അസൈൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ സമയം വരെ, ഈ ഒരു ശാസ്ത്രീയ പരിശോധന നടക്കുന്ന സമയങ്ങളിലും ഒപ്പം പ്രധാനമന്ത്രിയുടെ സുരക്ഷയും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഉള്ളതിനാൽ അത്തരത്തിൽ ആളുകൾ മാത്രമായിരുന്നു ഉള്ളിലേക്ക് ആ പ്രവേശനം നൽകിയിരുന്നത്. ഇതിപ്പോൾ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതോടെ സാധാരണഗതിയിലേക്ക് ഈ ബാരിക്കേഡ് തുറന്നുകൊണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് മനസ്സിലാക്കുന്നു. അഹമ്മദാബാദിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഗതാഗത നിയന്ത്രണത്തിനെല്ലാം തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ റോഡുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ. കാരണം പ്രധാനമന്ത്രി ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് മികച്ച രീതിയിൽ ചികിത്സ നൽകണം, അതിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ചയുണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം വിമാനാപകടവുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുകയാണ്. വ്യോമയാന മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ സമിതി എങ്ങനെയാണ് ഈ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, ഈ ടേക്ക് ഓഫ് നടക്കുമ്പോൾ റൺവേയിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, ഇവയെല്ലാം സംബന്ധിച്ചൊരു വിശദമായ പരിശോധന നടത്തി വരുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കും. അതിനനുസൃതമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും. ഏതായാലും രാജ്യത്തെ നടുക്കിയ വലിയ ദുരന്തം ആ ഒരു നിമിഷത്തിലൂടെയും ആ മണിക്കൂറുകളിലൂടെയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം മുഴുവൻ കടന്നുപോയിട്ടുള്ളത്. അഹമ്മദാബാദിൽ 242 വിമാനങ്ങളുമായി ലണ്ടനിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ എമർജൻസി എക്സിറ്റിന് സമീപം വരുന്ന ആളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുകയും ചെയ്തിരുന്നു. 242 യാത്രക്കാർ മാത്രമായിരുന്നു, യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ 242 പേരായിരുന്നു ഫ്ലൈറ്റിലുണ്ടായിരുന്നതെങ്കിലും ഈ അപകടത്തിൽ മരണം ഏകദേശം 290 മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ. കാരണം ഈ വിമാനം ഇടിച്ചിറക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ്. അവിടെ എന്തായാലും DNA പരിശോധനകൾ അവിടെ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലയാളിയായ രഞ്ജിത ജി നായരുടെ സഹോദരനെ അല്പസമയത്തിനുള്ളിൽ തന്നെ അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് തിരിക്കുന്നതായിരിക്കും. DNA പരിശോധനയ്ക്ക് നൽകും. എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിരുന്നു.